പശ്ചിമേഷ്യയിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ക്യാൻസർ പോലെയാണ് ഇസ്രായേലിൻ്റെ അവിടുത്തെ രീതികൾ എന്നുള്ളത് ഉത്തര കൊറിയ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇറാന് പിന്തുണയുമായി ചൈനയും റഷ്യയും മാത്രമല്ല ഉത്തര കൊറിയയും രംഗത്ത് വന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഏറ്റവും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഇസ്രായേൽ എന്ന ഒരൊറ്റ രാജ്യമാണ്. അവർക്ക് എല്ലാ രീതിയിലും ഫണ്ട് ചെയ്യുന്ന അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇറാൻ ഒറ്റയ്ക്കല്ല എന്നും ഇറാന് മറുപടി കൊടുക്കാൻ കഴിയുമെന്നും ഇറാന് വേണ്ടി ഞങ്ങൾ കളത്തിലിറങ്ങുമെന്നും ഓർക്കുക എന്നാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, വിദേശ വക്താവാണ് ഇപ്പോൾ ഉത്തര കൊറിയയുടെ ഔദ്യോഗിക ചാനലിലൂടെ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉൻ ഇറാന് പിന്തുണ അർപ്പിച്ചിരുന്നു. നമുക്കറിയാം, വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഒരു രീതിയിലാണ് ഇസ്രായേൽ ഇറാനെ കടന്നാക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് പാൻഡോറയുടെ പെട്ടി പോലെ ഇസ്രായേലിന് സർവനാശം ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഒക്ടോപ്പസിൻ്റെ കൈകൾ പോലെ, അതായത് നീരാളിയുടെ തല പോലെ, നീരാളിയുടെ കൈകൾ പോലെയാണ് ഹമാസും അതുപോലെ ഹിസ്ബുള്ളയും, ലെബനിൽ രൂപം കൊണ്ട ഹിസ്ബുള്ളയും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ തലയായി നിൽക്കുന്നത് പേർഷ്യ തന്നെയാണ്, അതായത് ഈ ഇറാൻ തന്നെയാണ്. ഒക്ടോപ്പസിൻ്റെ തലയായി നിൽക്കുന്ന ആ തലയെ തന്നെ ഛേദിക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹു പദ്ധതിയിട്ടത്. അതിനുവേണ്ടിയാണ് ജൂൺ 13 കയറി ആക്രമിച്ചത്. എന്നാൽ ആ ആക്രമണം അസ്ഥാനത്തായിപ്പോയി എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് ഇറാൻ്റെ പ്രത്യാക്രമണം. ഒരിക്കലും തകരപ്പെടില്ല എന്ന് കരുതിയ ഇസ്രായേലിൻ്റെ ഡിഫൻസ് സിസ്റ്റം എല്ലാം തകർത്തെറിയുന്ന രീതിയാണ്. ഇസ്രായേലിൻ്റെ വ്യോമപാതകളെല്ലാം വലിയ തോതിൽ ഇറാൻ്റെ മിസൈലുകളാൽ ശക്തമായി തകർന്നടിയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര ലോകരാജ്യങ്ങളുമായുള്ള അവരുടെ വിമാന സർവീസുകൾ അനിശ്ചിതകാലത്തേക്ക് സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇസ്രായേലിലോട്ട് ഒരു രീതിയിലുള്ള വിമാന സർവീസുകളും മറ്റു രാജ്യങ്ങൾ വിടുന്നില്ല. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇറാൻ്റെ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് മാത്രമേ ഇസ്രായേലിന് ഇതുവരെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമൂഹമാണ്. 25,000-ൽ കുറഞ്ഞ സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു രാജ്യം 16 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇറാനുമായി യുദ്ധത്തിന് ഏർപ്പെടുകയാണ്. വിസ്തൃതിയുടെ കാര്യത്തിൽ കമ്പയർ ചെയ്യാനേ കഴിയില്ല, ജനസംഖ്യയുടെ കാര്യത്തിലും. പക്ഷേ ആയുധ ശേഖരണത്തിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണം. ഒന്ന് ആലോചിക്കണം, കേരളത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഇസ്രായേൽ ആയുധ ശേഖരണം കൊണ്ടാണ് വലിയ രീതിയിൽ, പ്രത്യേകിച്ചും യുദ്ധവെറിയനായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് ഇസ്രായേൽ ഇപ്പോൾ അരാജകത്വം അനുഭവിക്കുന്നത്. അവിടെ സമാധാനം എന്താണെന്നില്ല. എപ്പോഴും യുദ്ധകൊതിയനായ നെതന്യാഹുവിന് മറ്റ് രാജ്യങ്ങളെ ചൊറിയണം, ആക്രമിക്കണം എന്നത് മാത്രമാണ്. അതിന് കിട്ടിയ ഒരു മറുപടിയാണ് ഇപ്പോൾ ടെൽ-അവീവും ഹൈഫയും ഒക്കെ ചുട്ട് ചാമ്പലാകുന്ന സാഹചര്യത്തിലേക്ക് അവരുടെ വികസിത നഗരങ്ങളെല്ലാം കത്തി എരിഞ്ഞമർന്നിരിക്കുന്ന കാഴ്ച കണ്ടാൽ അത് ഇസ്രായേലിൽ എന്തുമാത്രം ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്.